ഇന്ന് നമുക്ക് മാങ്ങയുടെ അണ്ടിയുടെ പരിപ്പ് വെച്ചിട്ട് ഒരു അലുവ ഉണ്ടാക്കിയല്ലോ. അതിന് നമ്മൾ ആദ്യം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ പഴുത്ത മാങ്ങയുടെ അണ്ടിയും അതേ പച്ച മാങ്ങയുടെ അണ്ടികളൊക്കെ കൂട്ടി വെച്ച് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തിട്ട് നമ്മൾ അത് വെട്ടി പരിപ്പെടുത്തിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചയ്ക്ക് എടുത്തിട്ട് അരച്ച് മിക്സിയിലെടുത്ത് അരച്ചെടുത്താലും മതി. ഞാൻ ആദ്യം അത് വെട്ടിയെടുത്തതിന് ശേഷം വെയിലത്തൊന്നും വെച്ച് ഉണക്കിയില്ല. ഇത് പച്ചയ്ക്ക് തന്നെ മിക്സിയിലിട്ട് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിലെടുത്ത് അരച്ച് എടുത്തു. അതിനുശേഷം ഞാനത് ഒരു പാത്രത്തിലേക്ക് അത് അരച്ചതെല്ലാം ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെള്ളമൊഴിച്ച് വെള്ളം തെളിയുന്നത് വരെ നമ്മളത് കാത്ത് നിൽക്കുക. അതിനുശേഷം നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ ഊറ്റിയെടുത്ത് അതിൻ്റെ തെളി കളഞ്ഞിട്ട് തെളിഞ്ഞു വരുമ്പോൾ അത് തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ആ വെള്ളം ഊറ്റിക്കളയാം. എന്നിട്ട് വീണ്ടും നമ്മൾ നല്ലതുപോലെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും കുറേ നേരം കഴിഞ്ഞിട്ട് അത് ഊറ്റിക്കളയാം. അങ്ങനെ ഞാനൊരു 1.5 ദിവസം ഞാനത് ഇതിൻ്റെ കട്ട് കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ വെള്ളം തെളിഞ്ഞ് വരുന്നതിന് ശേഷം ഊറ്റിക്കളയല്ലോ. അതിന് ശേഷം പിന്നെ നമ്മൾ ഇത് കോട്ടൺ തുണിയിൽ നമ്മൾ ഈ പൊടി ഇടാം. എന്നിട്ട് ഈ പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അത് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ സാധാരണ ചെറിയൊരു ബക്കറ്റ് എടുത്തിട്ട് ആ ബക്കറ്റിൻ്റെ മേലെ കോട്ടൺ തുണി വെച്ചിട്ട് കെട്ടിയിട്ടാണ് ഞാൻ ഈ പൊടി വെള്ളം ഒഴിച്ചിട്ട് വെച്ചത്. അങ്ങനെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് കോട്ടൺ തുണിയാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് നോക്കണം. കാരണം ഇത് പെട്ടെന്ന് കട്ട് നല്ലതുപോലെ ഇതിൻ്റെ കയ്പൊക്കെ പോയിട്ടുണ്ടാവും. അപ്പം എന്നാലും നമുക്കൊരു ചെറിയൊരു ചവർപ്പ് രസം വരും. ആ ഒരു ചവർപ്പ് രസം പോണ വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കും. അതിന് ശേഷം നമ്മൾ ഈ പൊടി നല്ലതുപോലെ പിഴിഞ്ഞ് എടുത്തതിന് ശേഷം നമ്മൾ അത് ഒരു ബേസിനിലേക്ക് ഇടാം. അതിൽ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല, നല്ലതുപോലെ വലിയണം പൊടി. അപ്പം നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ആ പൊടി ബേസിനിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ട് അലുവയ്ക്കുള്ള പൊടി ഞാൻ എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ഒരു ഉരുളി ചീനച്ചട്ടി ഏതായാലും മതി. നമുക്ക് ആ ഉരുളിയിലേക്ക് ഞാനിപ്പോൾ ഒരു വലിയ ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയിൽ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ഉരുളിയിലേക്ക് ഞാൻ ഈ പൊടി ഇട്ടിട്ടുണ്ട്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ പൊടി 3 ഗ്ലാസ് പൊടിയോളം എൻ്റെ കയ്യിൽ ഉണ്ട്. ഈ മാങ്ങ അണ്ടിയുടെ പൊടി 3 ഗ്ലാസോളം ഉണ്ടാകും. ഇതിലേക്ക് ഞാൻ ഒരു 2 ചെറിയ ഗ്ലാസ് അരിപ്പൊടിയും കൂടിയും ഇടണം. കാരണം ഈ മാങ്ങാണ്ടി പരിപ്പിൽ എന്ത് നമ്മൾ പൊടി ചെയ്യുന്ന വെച്ചാലും അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടിയും ചേർത്താലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, 2 വലിയ നാളികേരം എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ഈ മാങ്ങാണ്ടിയുടെ പൊടിയും അരിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഈ 2 നാളികേരത്തിൻ്റെ പാല് ഫുള്ള് പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ പൊടിയിലേക്ക് ഈ പാല് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇത് കയ്യിലോണ്ട് ഇളക്കുക. കയ്യിലോണ്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മളത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ഇതിൽ മിക്സ് ചെയ്യണം. ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കട്ടകളെല്ലാം നമ്മൾ നല്ലതുപോലെ ഉടച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാം. ശർക്കര ഉരുക്കിയത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇത് ഇളക്കി അടുപ്പത്ത് വയ്ക്കും. അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഇത് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ആദ്യം നല്ലതുപോലെ തീ ഉണ്ടാവണം. പക്ഷെ നമുക്കിത് സാധാരണ അലുവ ഉണ്ടാക്കണ പോലെ അല്ല ഇത് എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. വാങ്ങണ്ടിയുടെ പൊടിയിട്ട് അങ്ങനെ ഒരു പ്രത്യേകത, പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് നമ്മൾ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് പെട്ടെന്ന് വെള്ളം വലിയും. അപ്പോൾ ഇത് നല്ലതുപോലെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വെള്ളം വറ്റി വരുമല്ലോ. ഒന്ന് ഉരുണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക്
ഇതിലേക്ക് ഇതിൻ്റെ തീ കൂടാൻ പാടില്ല, ഭയങ്കര തീ പാടില്ല. എന്നാലും മീഡിയം തീ ഇട്ടിട്ട് തന്നെ നമുക്കിത് നല്ലതുപോലെ നല്ല തീയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഇത് അടി പിടിക്കാണ്ടത് നോക്കേണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ഉരുണ്ട് വരുന്നൊരു പരുവാവണ സമയത്ത്, ഉരുണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും നമുക്കിത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ സാധാരണ ഇതിൽ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തുള്ളത്. ഏലക്കായും ഒന്നും ഞാൻ പൊടിച്ചിട്ടിട്ടില്ല, വാങ്ങേണ്ടിയൊരു കാരണം ഇതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു മണം അത് നല്ലതല്ല. അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലതുപോലെ വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ ഉരുണ്ട് വരും. ആ നേരത്തെ നമ്മൾക്കിത് തീ അധികം പാടില്ല, എന്നിട്ട് തീ സ്ലോവിലിടാം, വളരെ സ്ലോവിലിട്ടിട്ട് വേണം ഇത് നമ്മൾ ഇളക്കി ഉരുട്ടിയെടുക്കാനായിട്ട്. ഇത് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാം, ഇളക്കിക്കൊണ്ടേയിരിക്കാം. പിന്നെ ഈ പൊടി കൊണ്ട് നമ്മൾക്ക് അടയും കിണ്ണത്തപ്പം അലുവയും മാത്രമല്ല കേട്ടോ, ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കാം ഈ പൊടി കൊണ്ട്. ഇത് ഇത്തിരി നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പണ്ട് കാലത്ത് അമ്മിയൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾ അമ്മീന് ഇത് ഉണ്ടാക്കി തരാറ്. അന്ന് ഇതുകൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാം കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഇത്തിരി പായസം ഉണ്ടാക്കാം ഈ പൊടി കൊണ്ട്. നമുക്ക് ഇത് ആയി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഏകദേശം ഇത് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ലതുപോലെ ഉരുണ്ട് വരുന്നുണ്ട്. അപ്പം ഉരുണ്ട് വരുന്നത് വെളിച്ചെണ്ണൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് വരണം. സാധാരണ നമ്മൾ അലിവുണ്ടാക്കണേലും ഇത്രയും കൂടിയും മുറുക്കം, ഒരു എന്താ പറയുക, മുറുക്കം കിട്ടണം, എന്നാലേ നമുക്കിത് ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ലത് സാധാരണ അലുവിണ്ടാക്കണേലും ഒരു പ്രത്യേകതയുണ്ട് ഇതിന്. ഇത് കുറച്ച് നേരം കൂടിയും ഇത് ഉരുണ്ട് വന്നാലും കുറച്ച് നേരം കൂടി നമ്മൾ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. മറ്റേത് നമ്മൾ ഉരുണ്ട് ഒരിത്തിരി നേരം കഴിയുമ്പോൾ എടുക്കും. ഇതല്ല, ഉരുണ്ട് വന്നാലും നമ്മൾ കുറച്ച് നേരം കൂടിയും ഇട്ട് ഇളക്കിയെടുത്താൽ സാധാരണ നമ്മളെ പീടികയിൽ നിന്ന് കടയിൽ നിന്നൊക്കെ കിട്ടില്ലേ, നമ്മൾ മുറിക്കുമ്പോൾ നല്ല ഇതായിട്ട് അതേപോലെ നമുക്ക് ഈ എലുവ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടിയും ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് പാത്രങ്ങളിലേക്ക് ചൂട്ടോടെ തന്നെ ഇത് പരത്തണം. നല്ലതുപോലെ പരത്തിയതിന് ശേഷം നമുക്കിത് തണുക്കുമ്പോൾ മുറിച്ച് ഉപയോഗിക്കാം.